ഇറാൻ ഇന്റലിജൻസ് മേധാവി ഇസ്മായിൽ ഖത്തീബിനെ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശവാദം. 2 ദിവസത്തിനിടെ ഇറാൻ ഭരണ സൈനിക തലപ്പത്ത് കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ നേതാവാണ് ഇസ്മായിൽ ഖത്തീബ്. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാർജാനിയെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വധിച്ചിരുന്നു. ഈ റിപ്പോർട്ടോടെ വാർത്തകൾ ഇതുവരെ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം പവർ പോളുമായി ആര്യ പി. ഇറാന്റെ ഭരണ സൈനിക നേതൃനിരയെ ലക്ഷ്യമിടുകയാണ് ഇസ്രായേൽ. ഇറാന്റെ സുരക്ഷാ കൌൺസിൽ മേധാവി അലി ലാർജാനിയെയും ബാസിച്ച് പാരാമിലിറ്ററി ഫോഴ്സ് തലവൻ ഗുലാം റേസ സുലൈമാനിയെയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചിരുന്നു. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ഇന്റലിജൻസ് മേധാവി ഇസ്മായിൽ ഖത്തീബിനെയും ഇസ്രായേൽ വധിച്ചത്. എന്നാൽ ഖത്തീബിനെ വധിച്ചു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ആക്രമണത്തിലാണ് ഖത്തീബ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. അലി ലാർജാനിയുടെയും ഗുലാം റേസ സുലൈമാനിയുടെയും വധത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അയത്തുള്ള അലി ഖമനേയ്ക്ക് ശേഷം ഇറാനിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു അലി ലാർജാനി. പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടതോടെയും ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഇറാന്റെ മിസൈൽ സൈനിക കേന്ദ്രം അമേരിക്ക തകർത്തതോടെയും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ശക്തമാക്കുകയാണ് ഇറാൻ. ടെലവീവിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. തിരിച്ച് ബെയ്റൂട്ടിലേക്കും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.